മുട്ടിൽ മരം കൊള്ളക്കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ NT സാജനെ ഫോറസ്റ്റ് വിജിലൻസ് ഉത്തരമേഖലാ മേധാവിയാക്കാൻ അണിയറ നീക്കം സജീവം. കോഴിക്കോട് നിയമനം നൽകണമെന്ന സാജന്റെ ആവശ്യം മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. സാജനെ വിജിലൻസിലേക്ക് മാറ്റുന്നത് ഒട്ടും ഗുണകരമാകില്ലെന്ന് വനം മന്ത്രിയുടെ ഓഫീസ് ഫയലിൽ രേഖപ്പെടുത്തിയെന്നാണ് സൂചന. 2 ദിവസം വിജിലൻസ് കൺസർവേറ്ററായി ഡെപ്യൂട്ടേഷനിൽ എത്തിയ NT സാജൻ വയനാട്ടിലെ മണിക്കുന്നുമല മരമുറി കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കുടുക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ധർമ്മടം സ്വദേശി സാജൻ മുട്ടിൽ കേസിലെ പ്രതികളുമായി നിരന്തരം സംസാരിച്ചതിന്റെ ഫോൺ വിവരങ്ങളുമുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പാതിവഴിയിൽ നിലച്ചതോടെയാണ് വിരമിക്കുന്നതിന് മുമ്പ് ഉത്തരമേഖല ഫോറസ്റ്റ് വിജിലൻസ് കൺസർവേറ്ററാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. മുട്ടിൽ കേസിൽ അന്വേഷണം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ സാജനെ നിർണായക സ്ഥാനത്ത് നിയമിക്കുന്നത് ഗുണകരമാകില്ലെന്ന നിലപാടിലാണ് വനം മന്ത്രി. സാജന്റെ സ്ഥലം മാറ്റം സംബന്ധിച്ച ഫയലിൽ വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയതായാണ് വിവരം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് പരാമർശം പോലും ഇല്ലാത്തതിനാൽ ADGP S ശ്രീജിത്ത് അത് മടക്കിയിരുന്നു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് തലപ്പത്ത് കൊണ്ടുവരാൻ അണിയറ നീക്കം സജീവമാകുന്നത്. മുട്ടിൽ ഗൂഢാലോചനയിൽ പങ്കു തെളിയിക്കുന്ന രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ട് അവഗണിച്ചാണ് NT സാജനെ ഫോറസ്റ്റ് വിജിലൻസിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ നീക്കം. വനം മന്ത്രിയുടെ എതിർപ്പ് അവഗണിച്ച് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിടുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് തന്നെ, അതും ഏതെങ്കിലും ഇതിനെല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റിലേക്ക്, അയാൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ചരടുവലികൾ നടക്കുന്നത്? ഏത് തരത്തിലാണ്, ആരാണ് അദ്ദേഹത്തിന് ഇത്രയേറെ പിന്തുണ നൽകുന്നത്? കിരൺ, നമുക്കറിയാം മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായ രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഈ ധർമ്മടം ബന്ധങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രതികളുമായി NT സാജൻ നടത്തിയ ഫോൺ കോളിന്റെ വിവരങ്ങൾ അടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇതിനിടയിലാണ് അദ്ദേഹത്തെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുന്നത്. അദ്ദേഹം നിലവിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററാണ്, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം. 2 ദിവസം ഇവിടെ ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം പ്രത്യേകം ചോദിച്ചു വാങ്ങി വന്ന ശേഷമാണ് മുട്ടിൽ മരമുറി കാലത്ത് മറ്റൊരു നിയമവിധേയമായ, അതായത് മുട്ടിൽ മരമുറി നടന്നിരിക്കുന്നത് അസൈൻമെന്റ് പട്ടയം ഉള്ള ഭൂമിയിലായിരുന്നു. സ്വാഭാവികമായും അവിടെ ഇത്തരത്തിൽ മരങ്ങൾ, ഈ ഷെഡ്യൂളിൽ വരുന്ന ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിക്കുന്നതിന് കർശന നിബന്ധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ജന്മഭൂമിയിൽ നടന്നിരിക്കുന്ന നിയമവിധേയമായ ഒരു മരമുറി, വയനാട്ടിലെ മരമുറിയെ അദ്ദേഹം അനധികൃത മരമുറിയാണെന്ന് ഉണ്ടാക്കിയെടുക്കുകയും അതിന് ചില ഉദ്യോഗസ്ഥരെ, ഈ മുട്ടിൽ മരമുറി അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ പ്രതിയാക്കാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത് അന്നത്തെ ഉത്തരമേഖല CCF ആയ DK വിനോദ് കുമാറിന്റെയും ഒപ്പം തന്നെ CCF ആയ അതായത് ഈ EFL കസ്റ്റോഡിയനായ രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിലും ഇത് കൃത്യമായി പറഞ്ഞിരുന്നു. ഇതേ തുടർന്നായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ഉണ്ടായത്. എന്നാൽ ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിന്റെ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റാനുള്ള ഒരു നീക്കം. ഒപ്പം തന്നെ വിജിലൻസിന്റെ ഉത്തരമേഖല CCF ആക്കാനാണ് അദ്ദേഹത്തെ, അങ്ങനെ ഒരു നീക്കമാണ് നടക്കുന്നത്. ഇത് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. ഇനി 4.5 മാസം മാത്രമാണ് അദ്ദേഹത്തിന്റെ സർവീസ് ഉള്ളത്. അത് സ്വന്തം നാടായ കോഴിക്കോട് തന്നെ, അദ്ദേഹത്തിന്റെ നാട് ധർമ്മടത്താണെങ്കിൽ പോലും കോഴിക്കോട് തനിക്ക് പോസ്റ്റിംഗ് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കണ്ണൂരിലുള്ള ഒരു പ്രമുഖ ഭരണകക്ഷിയുടെ ഒരു പ്രമുഖ നേതാവ് വഴിയാണ് ഇത്തരത്തിലൊരു നീക്കം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. വീണ്ടും അദ്ദേഹം ഈ വിജിലൻസിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം മുട്ടിൽ മരമുറി കേസ് പൂർണ്ണമായും അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം 2 ദിവസം കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരാൾക്ക് 4.5 മാസം കൊണ്ട് ഇത് പൂർണ്ണമായും ഇത് ഇല്ലാതാക്കി മറ്റൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവെക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രി ഒപ്പിടുന്ന മുറയ്ക്കായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. നിയമസഭ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു നടപടിയിലേക്ക് നീങ്ങും എന്നാണ് അറിയുന്നത്. പക്ഷേ വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ അന്വേഷണം നേരിടുന്ന ഈ ഉദ്യോഗസ്ഥനെ നിർണായക സ്ഥാനത്ത് കൊണ്ടുവരുന്നത് ഗുണകരമാകില്ല എന്ന് കൃത്യമായി തന്നെ ഫയലിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും സാജൻ ഇതിന്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുട്ടിൽ മരമുറി കേസ് ഉൾപ്പെടെ അട്ടിമറിക്കപ്പെടും എന്ന് പരിസ്ഥിതി പ്രവർത്തകരും ഒപ്പം വനം വകുപ്പിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കിരൺ, ദിനേശ്, അപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെ നിയമപരമായി എവിടെയെങ്കിലും ഇദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് ഏതെങ്കിലും റിപ്പോർട്ടിലോ അങ്ങനെയൊന്നും വന്നിട്ടില്ല അല്ലേ?
കിരൺ വന്നതാണ്. രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വന്നതാണ്. അദ്ദേഹം ഈ പ്രതികളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു. കാരണം ഈ 2 ദിവസം അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ വന്ന ശേഷമാണ് മറ്റൊരു മരമുറി ഉയർത്തിക്കാട്ടുകയും ഈ മുട്ടിൽ കേസ് അന്വേഷിച്ച അന്നത്തെ മേപ്പാട് റേഞ്ച് ഓഫീസർ MK സമീറിനെ ഉൾപ്പെടെ പ്രതിയാക്കുകയും അല്ലെങ്കിൽ സമീറിന്റെ നേതൃത്വത്തിലാണ് നടന്ന് എന്ന് ആക്കി തീർക്കാൻ ഒരു ശ്രമവും നടന്നിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇത് രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകനായ ദീപക് ധർമ്മടവും ഒപ്പം തന്നെ NT സാജൻ IFSഉം പ്രതികളെ നിരന്തരമായി വിളിച്ചതിന്റെ ഫോൺ രേഖകളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മുട്ടിൽ മരമുറിയായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളുമായി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ളതായി സംശയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പറയുന്നു. ഈ റിപ്പോർട്ടെല്ലാം തന്നെ അവഗണിച്ച് അന്ന് അദ്ദേഹം കൃത്യമായി തന്നെ രാജേഷ് രവീന്ദ്രൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തെ നോർത്ത് റീജിയൻ, അതായത് ഈ മലബാർ വരുന്ന ഉത്തരമേഖലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു അങ്ങനെ അന്ന് രാജേഷ് രവീന്ദ്രൻ ആ റിപ്പോർട്ടിൽ എഴുതിയത്. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത്. അതേ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം തീരുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവരാൻ നീക്കം. ഒപ്പം തന്നെ കിരൺ, ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ADGP ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ്. പ്രത്യേക അന്വേഷണ സംഘം ആണ് ഇത് രൂപീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഈ അന്വേഷണം എവിടെ എത്തിയില്ല. ഇത് പാതി വഴിയിൽ നിലച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇത് പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഈ ഉദ്യോഗസ്ഥനെ, ഈ ആരോപണ വിധേയനായ, അല്ലെങ്കിൽ വനംവകുപ്പിൽ ഉന്നതന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഇതിന്റെ വിജിലൻസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ നീക്കം നടക്കുന്നത്. ശരി.